ഗ്രീഡിയൻ്റ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് 7ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് എക്സ്റ്റൻഷൻ ഓഫ് ഡെമോക്രസി ത്രൂ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ഇന്ന് 2ാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട 2 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ പറ്റിയിട്ടും വനിതാ കമ്മീഷനെ പറ്റിയിട്ടുമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും മുമ്പത്തെ ക്ലാസ്സൊക്കെ കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനാണ്. അപ്പോൾ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഈ ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റി ഒന്ന് അറിഞ്ഞിരിക്കണം. നമ്മുടെ യുണൈറ്റഡ് നേഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് നടത്തിയിട്ടുണ്ട് 1948. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഡിസംബർ 10 നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആയിട്ട് എന്ത് ചെയ്യുന്നത്, സെലിബ്രേറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ സ്കൂളിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ നടക്കാതിരിക്കാം. എന്നാലും ഓർത്ത് വെച്ചോ, ഡിസംബർ 10 എന്ന് പറയുന്നത് ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആണ്. അന്നാണ് യുണൈറ്റഡ് നേഷൻസ് എന്ത് ചെയ്യുന്നത്, ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഡിക്ലറേഷൻ നടത്തുന്നത്. അപ്പോൾ എന്താണ് ഹ്യൂമൻ റൈറ്റ്സ് എന്നറിയാം നമുക്ക്. മനുഷ്യ അവകാശം. അപ്പോൾ ഈ മനുഷ്യരുടെ അവകാശങ്ങൾ, ബേസിക് ആയിട്ടുള്ള അവകാശങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിലേക്കായിട്ട് നിലവിൽ വരുന്ന ഒരു കമ്മീഷനാണ് എന്ത്, NHRC എന്നറിയപ്പെടുന്ന നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്ന് പറയുന്നത്. 1993 ഒക്ടോബർ മാസം 12 എന്ത് ചെയ്യുന്നത്, നിലവിൽ വരുന്നത്. എന്തിനു വേണ്ടിയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഷുറിങ് സിവിൽ റൈറ്റ്സ് ബൈ അവോയ്ഡിങ് വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, അല്ലേ. ഹ്യൂമൻ റൈറ്റ്സുകളെ വയലേറ്റ് ചെയ്തുകൊണ്ടാകരുത് സിവിൽ റൈറ്റുകൾ വരേണ്ടത്. അപ്പോൾ എന്താവണം, സിവിൽ റൈറ്റും അതോടൊപ്പം തന്നെ മനുഷ്യൻ്റെ അവകാശങ്ങൾക്കും വിലയുണ്ട്. അതായത് നമുക്ക് ന്യായമെന്ന് തോന്നുന്ന ചില കാര്യങ്ങളിൽ നമ്മൾ മനുഷ്യന്മാരുടെ വില, അല്ല മനുഷ്യർക്കൊരു വില കൊടുക്കണം എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. 6 പേരടങ്ങുന്ന ഒരു കമ്മീഷനാണ് ഇതിനകത്തുള്ളത്. അതിനകത്തൊരു ചെയർപേഴ്സണും ബാക്കി 5 മെമ്പർമാരും ഉണ്ട്. ഇതിലെ ചെയർപേഴ്സണും പ്രത്യേകതയുണ്ട്. സാധാരണ ഒരാൾക്ക് ചെയർപേഴ്സൺ ആവാൻ പറ്റത്തില്ല. ഈ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ഒരു റിട്ടയർഡ് ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജോ ആയിരിക്കുക എന്നുള്ളത് മസ്റ്റാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആരാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. തൊട്ട് മുമ്പത്തെ ക്ലാസ് നമ്മൾ പഠിച്ച പോലെ തന്നെ ഈ പറയുന്ന ചെയർപേഴ്സണെയും മെമ്പേഴ്സിനെയും അപ്പോയിൻ്റ് ചെയ്യുന്നത് ആരാണ്, ഇന്ത്യയുടെ പ്രസിഡൻ്റാണ്. ഇവർ 3 വർഷ കാലാവധിയിലാണ് തുടരുന്നത്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാകുന്നു ഏതാണോ ആദ്യം, അപ്പോൾ എന്ത് ചെയ്യണം, റിട്ടയർ ചെയ്യണം. അപ്പോൾ എന്താണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യാവകാശം എന്താണ്, സിവിൽ റൈറ്റ്സിനോടൊപ്പം തന്നെ എന്ത് ചെയ്യണം, എൻഷുർ ചെയ്യപ്പെടണമെന്ന ഒബ്ജക്റ്റീവുമായിട്ട് നിലവിൽ വരുന്നു. 1999 ഒക്ടോബർ 12 നിലവിൽ വരുന്നു. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി. 6 മെമ്പേഴ്സ് അടങ്ങുന്ന ഗ്രൂപ്പാണ്. അതിലൊരാൾ ചെയർപേഴ്സൺ ആണ്. അപ്പോൾ ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 പേര്. ആ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് റിട്ടയർഡ് ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജോ ആയിരിക്കണം. അപ്പോയിൻ്റ് ചെയ്യുന്നത് പ്രസിഡൻ്റാണ്. 3 കൊല്ലത്തെ കാലാവധിയേ ഉള്ളൂ. 5 അല്ല, 3 കൊല്ലത്തെ കാലാവധിയേ ഉള്ളൂ. അല്ലെങ്കിൽ 70 വയസ്സ്. അപ്പോൾ ഈ പറയുന്ന നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ഫംഗ്ഷൻ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. നമുക്കറിയാം, ഹ്യൂമൻ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ ആ കംപ്ലൈൻറ്റുകളുടെ ഡീറ്റെയിൽസ് അന്വേഷിക്കുക. അതുപോലെ തന്നെ കംപ്ലൈൻറ്റുമായി ബന്ധപ്പെട്ട് കോടതിയിലേക്ക് പോകുമ്പോൾ കക്ഷിക്കാരനായിട്ട് മാറുക. അതായത് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന് സ്വമേധയായി കേസ് എടുക്കാനുള്ള അവകാശം ഉണ്ട്. ജയിലും മറ്റ് റീഹാബിലേഷൻ സെൻറ്ററുകളിലും പോയിട്ട് അവിടെ മനുഷ്യരുടെ അവകാശങ്ങൾ ഉണ്ടാകുന്നുണ്ടോ അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഇനി ഉറപ്പുവരുത്തുമ്പോൾ ഇനി അങ്ങനെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, റെക്കമെൻഡേഷൻസ് ഒക്കെ കൊടുക്കുക. ഞാനീ പോയിനോട് അത്ര യോജിക്കുന്നില്ല, എന്നാലും ശരി ആയിക്കോട്ടെ, അല്ലേ. ജയിലിൽ നമ്മൾ സുഖവാസത്തിന് വേണ്ടിയിട്ടല്ലല്ലോ വിടുന്നത്. എന്നാലും ചിലപ്പോൾ അവിടെ മനുഷ്യാവകാശം എന്ന് പറയുന്ന ആവശ്യമാണ്. ശരി, ഇപ്പോൾ എന്തായാലും നടന്നോട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. Evaluate the functioning and efficiency of the systems for protection of human rights and give suggestions, അല്ലേ. നമ്മുടെ നാട്ടിൽ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള നിയമങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ എഫീഷ്യൻ്റായിട്ട് നടക്കുന്നുണ്ടോ എന്ന കാര്യം ഉറപ്പുവരുത്തുക. മാത്രമല്ല ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞല്ലേ, യുണൈറ്റഡ് നേഷൻസ് ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. അപ്പോൾ അതുപോലെയുള്ള ഇൻ്റർനാഷണൽ എഗ്രിമെൻറ്റുകളൊക്കെ നമ്മുടെ നാട്ടിലും പാലിക്കപ്പെടുന്നുണ്ടോ. യുദ്ധവും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് തടവ് പുള്ളികളൊക്കെ പിടിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റ് ഇൻ്റർനാഷണൽ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതൊക്കെ പാലിക്കപ്പെടാൻ വേണ്ടി അപ്രോപ്രിയേറ്റ് സ്റ്റെപ്പുകൾ എടുക്കുക എന്നൊക്കെ പറയുന്ന ആരുടെ ജോലിയാണ്, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ജോലിയാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഹ്യൂമൻ
ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ഉണ്ടോ, ഉണ്ടെങ്കിൽ അതിന് നെസസറി ആക്ഷൻ എടുക്കുക അല്ലെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളതും നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ജോലിയാണ്. അപ്പോൾ ഒന്നുകൂടെ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ നിലവിൽ വരുന്നത് 93 ഒക്ടോബർ 12 ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി. 6 മെമ്പർമാരുണ്ട്. ചെയർപേഴ്സൺ ഒരു റിട്ടയർഡ് ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജോ ആയിരിക്കണം. 3 കൊല്ലത്തേക്കാണ് അവർ അപ്പോയിൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 70 വയസ്സ്. അവിടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ്റെ കംപ്ലൈൻറ്റുകളിൽ എൻക്വയറി നടത്തുക. പാർട്ടി ടു കോർട്ട് പ്രൊസീഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വമേധയായിട്ട് കേസെടുക്കുക എന്നാണ്. ജയിലും റീഹാബിലേഷൻ സെൻറ്ററുകളിലും ചെന്നിട്ട് റെക്കമെൻഡേഷൻസ് കൊടുക്കുക. എഫിഷ്യൻ്റായിട്ട് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ എന്ത് പറയാൻ പറ്റും, ഹ്യൂമൻ റൈറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സിസ്റ്റംസ് ഫംഗ്ഷൻ ചെയ്യുന്നതുകൊണ്ട് ഉറപ്പുവരുത്തുക. ഇൻ്റർനാഷണൽ അഗ്രിമെൻറ്റും ഡിക്ലറേഷനും പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ എന്താണ്, ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഇത്തരം ആക്ടിവിറ്റീസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ തടയുക, അതിനെ മാറ്റാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നാണ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു കാര്യം ആണെങ്കിലും നിലവിൽ വരണമെങ്കിൽ ഒരു നിയമം വേണം. അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ നിലവിൽ വരാനായിട്ട് സഹായിച്ച അല്ലെങ്കിൽ അതിനെ കൊണ്ടുവരാൻ വേണ്ടി വന്ന നിയമമാണ് പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട്. ഇതാണ് പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് ഓഫ് 1993. 1993 ഒക്ടോബറിലാണല്ലോ വരുന്നത്. അപ്പോൾ അതിനു മുമ്പ് സെപ്റ്റംബർ 28 നിയമപ്രകാരം ഒക്ടോബർ 12 നിലവിൽ വരുന്നത്. ഈ നിയമം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എന്ത് വരുന്നത്, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതായത് ഹ്യൂമൻ റൈറ്റ്സ് കോടതികൾ, അതുപോലെ തന്നെ മൈനോറിറ്റി കമ്മീഷനും SC/ST കമ്മീഷനും വുമൺസ് കമ്മീഷനും സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെയും എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നത് ഈ നിയമപ്രകാരമാണ്. അപ്പോൾ ഈ നിയമം അനുസരിച്ചാണ് ഇതെല്ലാം നിലവിൽ വന്നത് എന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. എന്ന് വെച്ചാൽ ചിലത് ഈ നിയമം വരുന്നതിന് മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു നിയമസാധുത കൊടുത്തത്, അല്ലെ നിയമത്തിൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തത് ഈ നിയമപ്രകാരമാണ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. മാത്രമല്ല, ഈ പറയുന്ന ചെയർപേഴ്സൺ മെമ്പർമാരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അവരെ റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്, അവരുടെ ടെന്യൂർ എന്താണ്, അവരുടെ പവർ എന്താണെന്നൊക്കെ ഉള്ളത് ഈ നിയമപ്രകാരമാണ് വരുന്നത്. അപ്പോൾ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 93 സെപ്റ്റംബർ 28 വരുന്നു. ഈ നിയമപ്രകാരമാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനും സ്റ്റേറ്റ് ലെവൽ കമ്മീഷനും വനിതാ കമ്മീഷനും SC/ST കമ്മീഷനും മൈനോറിറ്റി കമ്മീഷനും ഒക്കെ നിയമം എന്ന് പറയുന്നത് ഈ നിയമത്തിന് അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്, സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എങ്ങനെ ഫോം ചെയ്യണം, മാത്രമല്ല ഇവരുടെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യവും, എന്താണ് ഹ്യൂമൻ റൈറ്റ് എന്ന് ഡിഫൈൻ ചെയ്യുന്നതും ഈ നിയമത്തിലാണ്. അപ്പോൾ എന്താണ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, റൈറ്റ് ടു ലൈഫ്, ജീവിക്കാൻ, ഫ്രീ ആയി ജീവിക്കാൻ, ഇക്വാലിറ്റി കിട്ടാൻ, ഡിഗ്നിറ്റി കിട്ടാൻ, ഇതൊക്കെ എന്താണ് ഹ്യൂമൻ റൈറ്റ്സിനകത്ത് ഉൾപ്പെടുന്ന കാര്യങ്ങൾ. ഇതിൽ ഏതെങ്കിലും നമുക്ക് വയലേറ്റ് ചെയ്യപ്പെടുന്നെങ്കിൽ നമുക്ക് എങ്ങോട്ട് പോകാം, നമുക്ക് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ പരാതിപ്പെടാനുള്ള അവകാശം ഉണ്ട്. അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അഷ്വർ ചെയ്യുന്നുണ്ട്. മാത്രമല്ല പല ഇൻ്റർനാഷണൽ എഗ്രിമെൻറ്റുകളും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ സൈൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ പറയുന്ന വിദേശത്ത് നിന്ന് ഇവിടെ വരുന്നൊരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഹ്യൂമൻ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെട്ടു. ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിലും എന്ത് ചെയ്യാം, കമ്മീഷനുമായിട്ട് പോകാം, അതുമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകാം. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു ഭാഗത്ത് പറയുന്നത്. അപ്പോൾ ഡിസംബർ 10 ഇമ്പോർട്ടൻസ് അറിയാലോ, ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആണെന്ത്, ഡിസംബർ 10 യുണൈറ്റഡ് നേഷൻസ് ആണത് കൊണ്ടുവരുന്നത്. അപ്പോൾ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ സിമ്പിളാണത് ഇവിടെ കാണുന്നത്. നമ്മൾ പറഞ്ഞു ഒക്ടോബർ 12 23 നിയമപ്രകാരം നിലവിൽ വരുന്നു. ഒക്ടോബറിൽ നിലവിൽ വരുന്നു. സെപ്റ്റംബർ 28 നിയമപ്രകാരം ഒക്ടോബർ 12 എന്ത് ചെയ്യുന്നു, നിലവിൽ വരുന്നു. മെമ്പേഴ്സ് മറ്റു കാര്യങ്ങളെ പറ്റിയിട്ടുള്ള പോയിൻ്റാണ് ഇവിടെ ഉള്ളത്. അത് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ് ആക്ട് വന്ന വർഷം, ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളെല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഫങ്ഷൻസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഈ കാണുന്നതാണ് എന്ത്, നമ്മളെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ഈ പറയുന്ന ഭാഗത്തിനെ പറ്റി ഒരുപാട് പോയിന്റുകളുണ്ടെങ്കിലും ടെക്സ്റ്റ് ബുക്കിലെ പോയിന്റുകൾ മാത്രം തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്ത് പോകാം. ഓക്കെ, ഇനി നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു എവിടെയുണ്ട്, സ്റ്റേറ്റിലും എന്തുണ്ട്, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനുണ്ട്. നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു, ഇവിടെ ഹെഡിങ് അതാണ്, സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. കേരളത്തിൽ 98 ഡിസംബർ 11 എന്ത് ചെയ്യുന്നത്, സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ കേരളത്തിൽ എന്ത് ചെയ്യുന്നത്, നിലവിൽ വരുന്നത്. അപ്പോൾ അവിടെ എന്തുണ്ട്, ചെയർപേഴ്സണും മെമ്പേഴ്സും ഉണ്ട്. റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജ് ഓഫ് ഹൈക്കോർട്ടാണ് എന്ത്, അതിൻ്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. ഓക്കെ, മെമ്പേഴ്സും അപ്പോയിൻ്റ് ചെയ്യുന്ന ആരായിരിക്കും, സ്റ്റേറ്റ് ലെവലിൽ ഗവർണർ ആയിരിക്കും, നാഷണൽ ലെവലിൽ പ്രസിഡന്റ് അപ്പോയിൻ്റ് ചെയ്യുന്ന മിക്കവരെയും. സ്റ്റേറ്റിൽ വരുമ്പോൾ എന്തായിരിക്കും, എല്ലാം പറയാൻ പറ്റത്തില്ല, തൽക്കാലം ഇത് മാത്രം പഠിച്ച് വെച്ചാൽ മതി. ഗവർണറാണ് എന്ത് ചെയ്യുന്നത്, അപ്പോയിൻ്റ് ചെയ്യും. നമുക്ക് അങ്ങനെ ജനറലൈസ് ചെയ്യാത്ത പറയാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വരുന്നതാണ് എന്താ, ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, അല്ലേ. ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തിനകത്ത് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. അത് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ, അല്ലേ. മനുഷ്യൻ ഉണ്ടെങ്കിലല്ലേ ഈ പറയുന്ന കാര്യമൊക്കെ ഉള്ളൂ. അപ്പോൾ മനുഷ്യൻ്റെ അവകാശം ഇമ്പോർട്ടൻ്റ് അല്ലേ, ആണ്. അപ്പോൾ സിറ്റിസൺസിന് അതിന് വേണ്ടിയിട്ട്
ഉള്ള ഡെമോക്രാറ്റിക് ആയിട്ടുള്ള പവറുണ്ട്. അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ വന്നത്. പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓഫ് ദ സിറ്റിസൺ, അതുപോലെ തന്നെ എന്താണ് ഡെമോക്രസി, ഈ പറയുന്ന കാര്യം എൻഷുർ ചെയ്യുന്നു. നെക്സ്റ്റ് വരുന്നതാണ് നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ, അഥവാ നമ്മൾ കേട്ടിട്ടുള്ള വനിതാ കമ്മീഷൻ. എന്തിനു വേണ്ടിയിട്ടാണ്? വനിതകൾക്ക് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്, അതിനാവശ്യമായിട്ടുള്ള സജഷൻസ്, അതായത് ലീഗൽ സൊല്യൂഷൻസ്, പ്രൊട്ടക്ഷൻ, ഇക്വാലിറ്റി, അതുപോലെ തന്നെ സ്ത്രീകളുടെ അവകാശങ്ങളെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് ആരുടെ ജോലിയാണ്? വനിതാ കമ്മീഷൻ്റെ ജോലിയാണ്. അപ്പോൾ എന്തൊക്കെയാണ് വനിതാ കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ഇൻ്റർവീൻ ഇൻ ദ വേരിയസ് ഇഷ്യൂസ് ഫേസ്ഡ് ബൈ വുമൺ. സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ ഇറങ്ങിച്ചെന്ന് അതിനുള്ള സൊല്യൂഷനും സജഷനും കണ്ടുപിടിക്കുക, അവരുടെ പ്രൊട്ടക്ഷൻ, അവരുടെ ഇക്വാലിറ്റി, അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുക എന്നതാണ് ജോലി. നിലവിൽ വരുന്നത് 92 ജനുവരി 31. അപ്പോൾ ഇതിനൊരു നിയമസാധുത കിട്ടുന്നത് പിന്നീടാണ്. 93 സെപ്റ്റംബർ 28 നിയമത്തിനകത്ത് ഇതിനെപ്പറ്റി പറയുന്നുണ്ടെങ്കിൽ നേരത്തെ കമ്മീഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, നിലവിൽ വന്നിട്ടുണ്ട്. ഒരു ചെയർപേഴ്സണും 5 മെമ്പർമാരും 1 മെമ്പർ സെക്രട്ടറിയും ഉണ്ട്. അപ്പോൾ ചെയർപേഴ്സൺ ഉണ്ട്, 5 മെമ്പർമാരുണ്ട്, 1 മെമ്പർ സെക്രട്ടറി ഉണ്ട്. അപ്പോയിൻറ്റ് ചെയ്യുന്നത് നേരെ പ്രസിഡൻ്റ് അല്ല, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് എന്ത് ചെയ്യുന്നത്, ഇവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. 3 കൊല്ലത്തേക്കാണ് ഇവരുടെ കാലാവധി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച രണ്ട് സ്ഥാപനങ്ങളുടെയും കാലാവധി 3 കൊല്ലം എന്നങ്ങനെ ഓർത്ത് വയ്ക്കുക. രണ്ടും അടുത്തടുത്താണ് വന്നേക്കുന്നത് അല്ലേ. മറ്റേ 93 ഇത് 92, അത് ഒക്ടോബർ 12 ആണെങ്കിൽ ഇത് ജനുവരി 31. ഓക്കെ ആണല്ലോ. ഫങ്ഷൻസ് നോക്കാം, ഊഹിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കും അല്ലേ. ഓക്കെ, സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ, പ്രൊവിഷൻസുകൾ കൊണ്ടുവരിക. സബ്മിറ്റ് പ്രപ്പോസൽസ് ഫോർ ലെജിസ്ലേഷൻ ടു പ്രൊട്ടക്ട് ഹ്യൂമൻ റൈറ്റ്സ്. സ്ത്രീകളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള നിയമങ്ങൾ കൊണ്ടുവരിക, നിയമങ്ങളുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ജെൻഡർ ഇക്വാലിറ്റിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ഇൻഇക്വാലിറ്റി ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ടുള്ള സജഷൻസ് കൊടുക്കുക. സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളിൽ ഇടപെടുക. ഗവൺമെൻറ്റിൽ പുതിയ പോളിസികൾ ഉണ്ടാക്കാനായിട്ട് പ്രഷർ ചെലുത്തുക എന്നുള്ളതൊക്കെയാണ് ആരുടെ ജോലി? വനിതാ കമ്മീഷൻ്റെ ജോലി എന്ന് പറയുന്നത്. 4 പോയിന്റ് ഓർത്ത് വയ്ക്കുക, കയ്യിൽ നിന്നിട്ട് തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നോക്കി, സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്താണ്? സ്ത്രീധനം, ഡവറിയാണ് അല്ലേ. അപ്പോൾ ഈ ഡവറി പ്രൊഹിബിഷൻ ആക്ട് ഈ വനിതാ കമ്മീഷനൊക്കെ വരുന്നതിന് മുന്നേ തന്നെ 1961 തന്നെ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ 1961 കൊണ്ടുവന്ന ഡവറി പ്രൊഹിബിഷൻ ആക്ട്, സ്ത്രീധന നിരോധന നിയമം എന്ന് പറയുന്നത് എന്തിനാണ്? ടു ഇറാഡിക്കേറ്റ് ദ ഈവിൽ പ്രാക്ടീസ് ഓഫ് ഡവറി ഫ്രം സൊസൈറ്റി. സ്ത്രീധനം നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് ഇല്ലാതാക്കുക. അതുപോലെ തന്നെ സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള പീഡനങ്ങൾ അഥവാ അട്രോസിറ്റീസ് ഇല്ലാതാക്കുക. ഇനി എന്താണ് സ്ത്രീധനം അറിയാമെന്ന് അറിഞ്ഞൂടാത്തവരാണ് നിങ്ങളെങ്കിൽ നോക്കിക്കോ. എക്സ്ചേഞ്ച് ഓഫ് വെൽത്ത് ഓൺ ദ ഒക്കേഷൻ ഓഫ് മാരേജ് ആസ് പെർ പ്രയർ എഗ്രിമെൻറ്റ് ഓർ അണ്ടർ കമ്പൽഷൻ. നിർബന്ധമായോ അല്ലാതെയോ മുൻകൂറായി തീരുമാനിച്ചത് പ്രകാരം കല്യാണ സമയത്ത് എക്സ്ചേഞ്ച് ചെയ്യുന്ന വെൽത്ത്, സ്വർണമോ ലാൻഡോ പൈസയോ ആകാം, അതിനെയാണ് ഡവറി എന്ന് വിളിക്കുന്നത്. കൺസേൺ ടു മാരേജ് ബേസ്ഡ് ഓൺ ദ പ്രോമിസ് ഓഫ് സർട്ടൻ സം ഓഫ് മണി, ജ്വല്ലറി ഓർ വെൽത്ത്. ഓക്കെ, അതായത് കാശും കണ്ടുകൊണ്ട് പെണ്ണ് കെട്ടാൻ പോകുന്ന പരിപാടിയാണെന്ത്? ഡവറി എന്ന് പറയുന്നത്. ഡവറി കൊടുക്കുന്നതും വാങ്ങുന്നതും പണിഷബിളാണ് അണ്ടർ ദ ലോ. ഇനിയിപ്പോൾ നിങ്ങൾ ആൺകുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ പെണ്ണിൻ്റെ വീട്ടുകാർ ഇങ്ങോട്ട് ഡവറി തരാമെന്ന് പറഞ്ഞാൽ, അങ്ങൊരു സ്നേഹത്തോടെ തന്നാലും നിയമപരമായി മുന്നോട്ട് പോയാൽ നിങ്ങളകത്ത് പോകും. സോ സ്ത്രീധനം എന്ന് പറയുന്നത് വാങ്ങരുത്, കൊടുക്കരുത്. ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ സുലഭമായി ഈ പറഞ്ഞ പരിപാടി നടക്കുന്നുണ്ട്. എങ്കിലും ഇതുമായി ബന്ധപ്പെട്ട പീഡനത്തിൻ്റെ അളവെങ്കിലും ഈ നിയമപ്രകാരം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നതല്ല വിഷയം, കൊടുക്കാത്തതിൻ്റെ പേരിൽ ഈ വരുന്ന പെൺകുട്ടിയെ ഉപദ്രവിക്കുക, വീട്ടുകാരെ ദ്രോഹിക്കുക, ഇതൊക്കെ നല്ലൊരു കാര്യമല്ല. അപ്പോൾ അത് നല്ല രീതിയിൽ നിർത്താൻ ഈ നിയമത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്? സാധിച്ചിട്ട് ഉണ്ട്. മറ്റൊന്ന്, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ. പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ അഗെയിൻസ്റ്റ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഓഫ് 2005.
2005 ആക്ട് പ്രകാരം 26 ഒക്ടോബർ 2006 ഇത് എന്ത് ചെയ്യുന്നത്, കെയിം ഇൻ ടു ഫോഴ്സ്. അപ്പോൾ നിയമം വന്നാലും അത് നിലവിൽ വരുന്നത് അടുത്ത കൊല്ലമാണ്. 2005 നിയമം വന്നെങ്കിലും തൊട്ടടുത്ത കൊല്ലം 2006 ഒക്ടോബർ 26 നിലവിൽ വരുന്നു. എന്താ പറയുന്നത്, സ്ത്രീകൾ, പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ എഗെയിൻസ്റ്റ് ഡൊമസ്റ്റിക് വയലൻസ്, ഗാർഹിക പീഡനങ്ങൾ. ഗാർഹികം എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ആരായിരിക്കും, പാർട്ട്ണറോ പാർട്ട്ണറുടെ റിലേറ്റീവോ എന്ന് വെച്ചാൽ ഭർത്താവോ ഭർത്താവിൻ്റെ വീട്ടുകാരോ ചേർന്ന് പെൺകുട്ടിയെ ഉപദ്രവിക്കുകയാണെങ്കിൽ അതാണ് എന്ത്, ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡൊമസ്റ്റിക് വയലൻസിനകത്ത് എന്ത് വരും, ഓൾ ദ ആക്ടിവിറ്റീസ് ദാറ്റ് ഇൻസൾട്ട് വുമൺ ഓർ കോസ് ദം ഡേഞ്ചർ. സ്ത്രീയെ ഇൻസൾട്ട് ചെയ്യുകയോ അവർക്ക് അപകടം വരുത്തുന്നതോ ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും അതിനകത്ത് വരും. ഈവൻ നല്ല രീതിയിൽ രണ്ട് ചീത്ത പറഞ്ഞാലും അതും ഇതിനകത്ത് വേണമെങ്കിൽ ഉൾപ്പെടുത്താം. ഈ നിയമം എന്തൊക്കെ കാര്യങ്ങൾ ഇൻഷുർ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീകളുടെ സുരക്ഷ, അവരുടെ ബോർഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ മാറ്റി പുനരധിവാസം എന്ന് നമുക്ക് വേണമെങ്കിൽ ഇവിടെ പറയാം. അവർ ആ വീട്ടിൽ തന്നെ അല്ല കേസ് കൊടുത്തിട്ട് അവരെ വീണ്ടും ആ വീട്ടിൽ തന്നെ നിർത്തിയാൽ അവരുടെ നേരെയുള്ള ഉപദ്രവം കൂടുമല്ലോ. അപ്പോൾ അത് തടയാനായിട്ട് അവരെ മാറ്റി സേഫായിട്ട് സ്ഥലത്ത് എത്തിക്കുക, സാമ്പത്തിക സഹായം കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിൽ വരുന്നത്. ഓക്കെ, ഈ നിയമപ്രകാരം എന്താണ്, എല്ലാ സിറ്റിസൺ ഇൻക്ലൂഡിങ് വുമൺ. അപ്പോൾ നമുക്ക് ഈ നിയമങ്ങൾ രണ്ടും കൊണ്ടുവരുന്നത് എന്തിനാണ്, സ്ത്രീകളായോ കുട്ടികളായോ എന്ത് ചെയ്യുക, പ്രൊട്ടക്ഷൻ എൻഷുർ ചെയ്യുക. ജെൻഡർ ജസ്റ്റിസ്, അതായത് അറിയാലോ സ്ത്രീ പുരുഷ സമത്വം കൊണ്ടുവരിക. അപ്പോൾ ഇതിൻ്റെ ജോലിയാണ്, ഇത് എൻഷുർ ചെയ്യാനുള്ള ജോലിയാണ് പ്രധാനമായിട്ട് വനിതാ കമ്മീഷനുള്ളത്. ഓക്കെ, ലീഗലി ഓവർകം ആൻറ്റി വുമൺ ടെൻഡൻസി ഇൻ സൊസൈറ്റി പ്രധാനപ്പെട്ട എയിമുകളിലൊന്നാണ്. പ്ലേസ് എ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ സ്ട്രെങ്തനിങ് ഡെമോക്രസി ബൈ എൻഷുറിങ് ജെൻഡർ ജസ്റ്റിസ്, എൻഷുർ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആൻഡ് റൈറ്റ് ഫോർ വുമൺ ത്രൂ ഇൻ്റർവെൻഷൻസ്. ആരുടെ ജോലിയാണ് പറയുന്നത്, വനിതാ കമ്മീഷൻ്റെ ഒബ്ജക്റ്റീവുകൾ നമ്മൾ ഒന്നുകൂടി ഒന്ന് പറയുകയാണ്. എന്തൊക്കെയാണ്, ആൻറ്റി വുമൺ ടെൻഡൻസീസ് ലീഗലി ഒഴിവാക്കുക, അതായത് ഇപ്പോൾ പെണ്ണുങ്ങളെ സ്ത്രീകളെ മോശമായി കാണുക, അവരൊരു ബേർഡനായിട്ട് കണക്കാക്കുക, ഭ്രൂണഹത്യ ചെയ്യുക, പെൺകുട്ടികളെ കൊച്ചിലെ തന്നെ കൊന്നുകളയുന്ന പരിപാടി, ഇതൊക്കെ നിർത്തുക. ഇതൊന്നും നല്ലൊരു പ്രാക്ടീസ് അല്ല. അപ്പോൾ അത് നിർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. മാത്രമല്ല ജെൻഡർ ജസ്റ്റിസ് അല്ലെങ്കിൽ ജെൻഡർ ഇക്വാലിറ്റി കൊണ്ടുവരിക എന്ന് വെച്ചാൽ സ്ത്രീയും പുരുഷനും സമത്വമുള്ളവരാണ്, അവർ ഒരുപോലെ ട്രീറ്റ് ചെയ്യണം, അവർക്കുള്ള ഓപ്പർച്യൂണിറ്റീസും ഈക്വൽ ആയിരിക്കണം എന്നതാണ് ഇവിടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നാഷണൽ കമ്മീഷൻ ഫോർ വുമണിനകത്ത് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. ഇതാണ് അതിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വനിതകളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കല്യാണത്തിനെ പറ്റി ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് March 8 നമ്മൾ എന്തായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്, ഇൻ്റർനാഷണൽ വുമൺസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് സ്ത്രീകളുടെ വുമൺസ് വനിതാ കമ്മീഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. നാഷണൽ ലെവലിലും ഉണ്ട്, അതുപോലെ തന്നെ മനസ്സിലാക്കുക സ്റ്റേറ്റ് ലെവലിലും എന്തുണ്ട്, വനിതാ കമ്മീഷനുണ്ട്. 96 March 14 എന്ത് ചെയ്യുന്നത്, സ്റ്റേറ്റ് ലെവലിൽ വരുന്നത്. ആദ്യത്തെ ചെയർപേഴ്സൺ നമ്മുടെ സുഗതകുമാരി, അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സുഗതകുമാരി ആണ്, എന്താ പോയറ്റ് കവയത്രിയാണ്, അവരാണ് എന്താ ആദ്യത്തെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. ബാക്കി പോയിന്റുകളും ഡവറി പ്രൊഹിബിഷൻ ആക്റ്റും പ്രൊട്ടക്ഷൻ ഓഫ് വുമൺസ് അഗെയിൻസ്റ്റ് ഡൊമസ്റ്റിക് വയലൻസ് ആക്റ്റും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി വരുന്നത് നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ആണ്. അത് അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യുക. എല്ലാം കൂടെ ഒരുമിച്ചായാൽ ഇത് കുറച്ച് ഓർത്തിരിക്കാൻ പാടുള്ളൊരു കാര്യമാണ്, ടോപ്പിക്കാണ് എനിക്കറിയാം. സോ അത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ ഈ ക്ലാസ്സിൽ നന്നായിട്ട് എന്ത് ചെയ്യുക, വായിച്ചു നോക്കുക, പഠിക്കുക. നോട്ട് ടെലഗ്രാം ചാനലിൽ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.